ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള തേൻ മിഠായിയാണ്. ഇപ്പോൾ കടകളിലൊന്നും കാണാറില്ല. പണ്ട് നമ്മുടെ പെട്ടിക്കടകളിലൊക്കെ ഉണ്ടായിരുന്ന ഒന്നാണ് ഈ തേൻ മിഠായി. എളുപ്പത്തിൽ ദോശമാവ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ തേൻ മിഠായി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആകെപ്പാട് 2-3 ഇൻഗ്രീഡിയൻസിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ദോശമാവാണ്. നല്ല കട്ടിയുള്ള ദോശമാവ് നോക്കിയെടുക്കണം. നമ്മൾ ഫസ്റ്റിലെ വെള്ളം ഒന്നും ചേർക്കാതെ കട്ടിക്ക് അരച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിലെ ദോശമാവ് വേണം വേണ്ടത്. അപ്പോൾ ഒരു ദിവസം മുമ്പേ ഉള്ളത്, ഇപ്പോൾ തലേന്ന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ദോശമാവാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതലായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മതിയാവും. അതല്ല നിങ്ങൾ ഫ്രഷ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തേൻ മിഠായി തയ്യാറാക്കിയാൽ മതിയാവും. അപ്പോൾ ഇത്രയും കട്ടിക്കാണ് നമ്മുടെ ഈ ദോശമാവ് ഇരിക്കേണ്ടത്. തേൻ മിഠായി എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒന്നുകിൽ ഒരു ഓറഞ്ച് കളറിലുള്ള തേൻ മിഠായി ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചുമന്ന കളറിലുള്ളതായിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കളറായിരിക്കും നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പെട്ടിക്കടയിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ തേൻ മിഠായി കംപ്ലീറ്റ് ആവില്ല. അതിൻ്റെ പേരിൽ ഒരു 2 തുള്ളി അളവിൽ ഞാനിപ്പോൾ ഓറഞ്ച് കളർ ചേർക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ല, ഇത് ഇത്രയും മതിയാവും. ഇനി ബാക്കി കാര്യങ്ങളും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയാണ്. അപ്പോൾ ഈ സോഡാപ്പൊടി ചേർത്താൽ മാത്രമേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. എങ്കിൽ മാത്രമേ അതിനുള്ളിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് ഉപ്പ് കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഉപ്പ് കൂടി ചേർക്കാറുണ്ട്. മധുരമൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരല്പം ഉപ്പും കൂടി ഉണ്ടെങ്കിൽ ആ കറക്റ്റ് ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മാവ് എടുത്തിട്ടുള്ളത് 1 കപ്പ് അളവിലാണ് ദോശമാവ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവാണ് ഞാനിപ്പോൾ ഈ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതിൽ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കി ചേർത്തതൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തേക്കണം. അപ്പോൾ ഇനി ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു അല്പായിട്ട് എടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ബോൾസായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. വീണ്ടും നമ്മൾ കുറച്ച് സമയം വെച്ചിരിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല. നമ്മളിത് മിക്സ് ചെയ്താൽ ഉടൻ തന്നെ നമുക്കിത് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് കൈ ഒരൽപ്പം നനച്ചിട്ട് ഓരോ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അത് പെട്ടെന്ന് തന്നെ ഓരോ റോളായിട്ട് വന്നോളും. കാരണം നമ്മളിതിലേക്ക് സോഡാപ്പൊടി ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ആ ഒരു രീതിയിലായിരിക്കും ഇത് പൊങ്ങി വരുന്നത്. അതിൻ്റെ പേരിൽ ഷേപ്പ് ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല ബോൾസ് പോലെ ഒന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ മാവ് എണ്ണയിലേക്ക് ഇടുന്ന ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ക്രിസ്പി ആകുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിനകമൊക്കെ നന്നായിട്ട് വെന്തിട്ട് കിട്ടുന്നത്. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കരുത്, എങ്കിൽ പിന്നെ അകം വേകാതെ പുറം കരിഞ്ഞിട്ടും പോകും. അതിൻ്റെ പേരിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ തേൻ മിഠായി. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും നമ്മുടെ ഈ തേൻ മിഠായിയെക്കുറിച്ച് അത്ര വിവരമൊന്നും കാണില്ല. കാരണം ഇപ്പോൾ പെട്ടിക്കടകളിലൊന്നും ഇത് കാണാനില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലിത് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഈ കളർ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു മഞ്ഞ കളർ കിട്ടും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരല്പം ബ്രൗണിഷ് കളറും ഉണ്ടാവും. അപ്പോൾ അത് തന്നെ ധാരാളം മതിയാവും. പക്ഷേ ഇത് നമ്മുടെ തേൻ മിഠായിയുടെ ഒറിജിനൽ കളറാണ്. അതിൻ്റെ പേരിലാണ് ഞാനൊരല്പം ഓറഞ്ച് കളർ ചേർത്തത്. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഒരല്പം പോലും ഓയിലൊന്നും പിടിക്കാതെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇട്ടതും ഉടൻ തന്നെ അത് പൊങ്ങി വരും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ടും കിട്ടും. അപ്പോൾ നമ്മുടെ തേനില്ലാത്ത മിഠായി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ട തേൻ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ശരി, നമുക്ക് തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ നമ്മുടെ ഈ ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിലേക്ക് ഇടാം. 200 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിനി. ഇനി നമ്മുടെ ഈ ഷുഗർ സിറപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് അലിഞ്ഞിട്ട് വരട്ടെ. നമുക്കിനി ഇത് വേണ്ടത് നല്ല കട്ടിയായിട്ട് വേണം നമ്മുടെ ഈ ഷുഗർ സിറപ്പ് കിട്ടാനായിട്ട്. അതായത് ഒരു സ്ട്രിങ് വരുന്നതിന് മുന്നേ ചെറുതായിട്ടൊരു സ്ട്രിങ് വരാം, കുഴപ്പമില്ല. പക്ഷേ ഇച്ചിരി നമ്മൾ കയ്യിലെടുത്ത് വെക്കുമ്പോൾ നല്ലപോലെ ഒരു സ്ട്രിങ് വരാൻ പാടില്ല, ഒരു നൂൽ പരുവം വരാൻ പാടില്ല. എങ്കിൽ പിന്നെ ഷുഗർ സിറപ്പ് നല്ല കട്ടിയായിട്ട് പോവും. അതിൻ്റെ പേരിൽ അത് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇച്ചിരി നല്ല കട്ടിയായിട്ട് ഷുഗർ സിറപ്പ് കിട്ടുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് റെഡിയാവുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിഠായിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഷുഗർ സിറപ്പ് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പെല്ലാം നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മുടെ മിഠായി എല്ലാം നമ്മുടെ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റ്, 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിത് ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിരുന്നാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ ഷുഗർ സിറപ്പ് എല്ലാം ഈ മിഠായിലേക്ക് കയറിയിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ തേൻ മിഠായി നല്ല സോഫ്റ്റ് തേൻ മിഠായി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 30 മിനിറ്റ് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തേൻ മിഠായി എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പെല്ലാം നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ആ പഴയ കാലത്തെ ആ തേൻ മിഠായിലേക്ക് തന്നെ ചെന്നെത്തും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇതിപ്പോൾ ഉള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.